ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭരണഘടനയാണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് അതായത് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പഴയ SCERT, പുതിയ SCERT, NCERT ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. പ്ലേലിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഓരോ സബ്ജക്റ്റുകളും ഓരോ ടോപ്പിക് വീതം നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ തന്നെ എല്ലാ SCERT ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം എന്നിവയാണ്. മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകളൊക്കെ നമുക്ക് പഴയ SCERT, പുതിയ SCERT, അതുപോലെ തന്നെ NCERT കൂടി എഴുതി ക്ലാസ് തരാം. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ആമുഖത്തിൽ തന്നെ, അതായത് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് NCERT നോക്കുകയാണെങ്കിലും കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, ഇപ്പോൾ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൊരുത്തം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ആമുഖം ഇവിടെ വരെ കേട്ടോ, ഇവിടെ വരെ നമ്മൾ ഈ രണ്ട് ടോപ്പിക് ഉണ്ടല്ലോ, ഈ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു SCERT ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പൗരത്വം നോക്കുകയാണെങ്കിൽ പൗരത്വം നമുക്ക് സെപ്പറേറ്റ് വരുന്ന ടോപ്പിക്കാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പൗരത്വമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ക്ലാസ് അധികം നീണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊപ്പം ഇൻക്ലൂഡ് ചെയ്യാല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പൗരത്വമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇനി പഠിക്കേണ്ട പോയിന്റ്സ് ഇല്ല, കാരണം നമുക്ക് അത്രയും അതിൽ പൗരത്വമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സുപ്രധാന നിയമങ്ങൾ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് ഒറ്റ ക്ലാസ്സിലൂടെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, കേരള ഗവേണൻസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്ലാസ്സുകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന NCERT നോട്ട്സുകളും ടെക്സ്റ്റ് ബുക്കൊക്കെ അതിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നാണ്. ഫസ്റ്റ് തന്നെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതും ഹെൽമെറ്റ് വെച്ച് പോകുന്നതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ക്യൂ പാലിക്കുന്നതും ക്യൂ പാലിക്കാത്തതും കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹെൽമെറ്റ് വെച്ച് പോകുക, അതുപോലെ തന്നെ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് അല്ലേ. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും എന്താവശ്യമാണ്? നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരോ നിയമങ്ങളുണ്ട് അല്ലേ, അതനുസരിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും എന്താവശ്യമാണ്? നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് അല്ലേ. അതായത് എന്താ പറയുന്നത്, വലിയൊരു ഭൂപ്രദേശമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? പല മതവിഭാഗങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അല്ലേ. കുറേ നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണെന്നുള്ളതിന് ബേസിക് ആയിട്ടുള്ള നോളേജ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഈ ഒരു ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ SCERT പറയുന്നത് കേട്ടോ. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്കുണ്ട്. എന്താണ് അതെന്ന് പറയുന്നത്? ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്?
ഇതുപോലെയല്ല എല്ലാ രാജ്യങ്ങൾക്കില്ല, മിക്ക രാജ്യങ്ങൾക്കും എന്താണ്ട് ഭരണഘടനയുണ്ട് അല്ലേ. അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയാണ് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റ് സംഘാടനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങൾ അല്ലേ. ഈ നിയമങ്ങളും തത്വങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഏതിലാണ്? ഭരണഘടനയിലാണ്. ഇനി കുറേ കുട്ടികൾ ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണ്, എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേറൊരു കൂടി ചോദിച്ചെന്താണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെല്ലാം ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിമുഖത്തിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആശയങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചത് എന്നാണ്? ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ചുമതലകൾ, പൗരരുടെ ചുമതലകൾ, മൗലിക ചുമതലകളെക്കുറിച്ച് പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാം എന്താണ്? ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഭരണഘടനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ മുൻഗാമികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് എന്ത്? പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് നിയമസംഹിത അനുശാസിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്നാണ് ഈ ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ്. അതുപോലെ തന്നെ ഇതിലെന്ത് പറയുന്നുണ്ട്? അടിസ്ഥാന നിയമങ്ങളൊന്നും ധിക്കരിക്കാനായിട്ട് പാടില്ല എന്നും പറയുന്നുണ്ട് അല്ലേ. ഇനി മാഗ്ന കാർട്ട എന്ന് വെച്ചാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1715 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. അപ്പോൾ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത് എന്താണ്? 1215 ഒപ്പുവെക്കുന്നത്. ഏത് രാജാവായിരുന്നു ഒപ്പുവെച്ചത്? ജോൺ രാജാവാണ് അല്ലേ. അപ്പോൾ ജോൺ രാജാവാണ് മാഗ്ന കാർട്ടയിൽ 1215 ഒപ്പുവെക്കുന്നത്. നിർബന്ധപൂർവ്വം ഒപ്പുവെക്കുകയാണ് അദ്ദേഹം അല്ലേ. അതായത് രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതെന്താണ്? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഈ രാജാവിനെ തടഞ്ഞു വെച്ചിട്ട് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നു. എല്ലാവർക്കും തുല്യ അവകാശമാണെന്ന് പറയുന്നു അല്ലേ. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ മാഗ്ന കാർട്ട എന്നാണ് ഒപ്പുവെച്ചത്? 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആരാണ്? ജോൺ രണ്ടാമനാണ്. നെക്സ്റ്റ് മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാണ്. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ CE 1688 മഹത്തായ വിപ്ലവം. അപ്പോൾ മഹത്തായ വിപ്ലവം നടന്നതെന്നാണ്? 1688 മഹത്തായ വിപ്ലവം നടന്നത്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിനായിട്ടും അതുപോലെ പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ മഹത്തായ വിപ്ലവം കൊണ്ട് കഴിഞ്ഞു.
രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. അങ്ങനെ രാജാവിന്റെ അധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യാണ്. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അതായത് പാർലമെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ പാർലമെന്റിനും വിരുദ്ധമായിട്ടാണ് അവിടുത്തെ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവാണ്. അങ്ങനെ നടന്നിട്ടുള്ള വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. എന്നാണ് നടന്നത്? 1688 രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ പാർലമെന്റിന് ഇമ്പോർട്ടൻസും ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു അല്ലേ. പാർലമെന്റ് അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് അങ്ങനെ വഴിയൊരുക്കാണ്. അപ്പോൾ മഹത്തായ വിപ്ലവം എന്നാണ് 1687 ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ഏറ്റവും പഴയ നിയമസംഹിതയിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. അതിൽ എന്താ പറയുന്ന അധികാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ. അടിസ്ഥാന നിയമങ്ങൾ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജോൺ രണ്ടാമനാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് മാഗ്ന കാർട്ട. അതുപോലെ തന്നെ രാജാവും ഭരണകൂടവും നിയമത്തിന് അധീനരല്ല എന്ന് പറയുന്നത് ഈ മാഗ്ന കാർട്ടയിലാണ്. മഹത്തായ വിപ്ലവം നടന്നത് 1688 1688 മഹത്തായ വിപ്ലവത്തിൽ എന്താ പറയുന്നത്, രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനാണ് ഈ മഹത്തായ വിപ്ലവം നടന്നത്. നെക്സ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. അതായത് വടക്കേ അമേരിക്ക ഉണ്ടല്ലോ, ഈ വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്താണ്. ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഈ 13 വടക്കേ അമേരിക്കയിലെ കോളനികൾ എന്ന് പറയുന്നത്. ഈ 13 വടക്കൻ അമേരിക്കയിലെ കോളനികളും ഈ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്താണ്. അങ്ങനെ 1766 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതെന്നാണ് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഗവൺമെന്റിനെ നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ഗവൺമെന്റിനെ നീക്കം ചെയ്യുവാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ജനങ്ങൾക്കും അധികാരമുണ്ട് എന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ എല്ലാവരും ബോധ്യപ്പെടാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കയുടേതാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യ അല്ലേ. അമേരിക്കയാണ് ആദ്യത്തെ ഭരണഘടന. ഇന്ത്യയുടെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അമേരിക്കയുടെ ചെറിയ ഭരണഘടനയാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നതെന്നാണ് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അതായത് വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു. അവർ പോരാട്ടം നടത്താണ്. അങ്ങനെ അതിൽ നിന്ന് സ്വതന്ത്രമാവാണ് അല്ലേ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ് അല്ലേ. ഏറ്റവും വലിയ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്നെന്നാണ് 1789. എന്തായിരുന്നു മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നായിരുന്നു. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് എന്ന് പറയുന്നത് രാജാധികാരത്തിനെതിരെയുള്ള ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കപ്പെട്ട ആശയം ഏത് വിപ്ലവത്തിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നതിലൂടെയാണ് അല്ലേ. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ മുൻഗാമികൾ ആരൊക്കെയെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഹമ്മുറാബിയുടെ നിയമസംഹിത ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയാണെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ്. അത് ചോദിക്കുകയാണെങ്കിൽ BC 1792 1750 വരെയാണ്. അത് പഠിച്ചില്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല എന്ന് പറയുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഇനി മാഗ്ന കാർട്ട 1715 ജോൺ രണ്ടാമൻ ഒപ്പുവെക്കുന്നത്. മാഗ്ന കാർട്ടയിൽ എന്താ പറയുന്നത്? മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് മാഗ്ന കാർട്ട. അതായത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ
ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ വീർപ്പ് മുട്ടിയിരുന്ന ജനങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനെതിരെയാണ് എന്ത് വയ്ക്കുന്നത്, നിർബന്ധിച്ചിട്ട് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മാഗ്ന കാർട്ടയിൽ. നെക്സ്റ്റ് മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688 രാജാക്കന്മാരും പാർലമെന്റും തമ്മിലുള്ള സംഘർഷമാണ് ഈ 1688 മഹത്തായ വിപ്ലവത്തിന് കാരണമാകുന്നത്. അങ്ങനെ പാർലമെന്റ് അധികാരം വർദ്ധിക്കുകയാണ്, രാജാവിൻ്റെ അധികാരം അവിടെ കുറയാണ് ചെയ്തത് അല്ലേ. നെക്സ്റ്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതായത് എന്താ പറയുന്നത്, ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു 13 വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. എങ്ങനെയാണ് ലഭിക്കുന്നത്, പോരാട്ടം നടത്തിയിട്ടില്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നീക്കം ചെയ്യുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന അത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന വരികയാണ്, എഴുതപ്പെട്ട ഭരണഘടന വരികയാണ്. നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം അല്ലേ. ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്നാണ് 1789 രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് പറയുന്നതാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ എന്താണ് അവസാനം കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഫ്രാൻസിലൊരു ഭരണഘടന രൂപപ്പെട്ടു, അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭരണഘടനകൾ പലതരമുണ്ട്. എന്തൊക്കെയാണ് അവരുടെ സ്വഭാവം, അവരുടെ പ്രക്രിയ, രൂപം കൊണ്ട രീതിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സ്വഭാവം. സ്വഭാവം നമ്മൾ പറഞ്ഞു, ലിഖിത സ്വഭാവമാണോ അലിഖിത സ്വഭാവമാണോ, എഴുതപ്പെട്ട ഭരണഘടനയാണോ എഴുതപ്പെടാത്ത ഭരണഘടനയാണോ എന്ന് പറയുന്നതാണ് സ്വഭാവത്തിൽ പറയുന്നത്. നെക്സ്റ്റ് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, അതായത് ദൃഢമാണോ അയവുള്ളതാണോ എന്ന് പറയുന്നതാണ്. മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയിൽ പറയുന്നത് എന്താണ്, ദൃഢമാണോ അയവുള്ളതാണോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി രൂപം കൊണ്ട രീതി എന്ന് വെച്ചാൽ നടപ്പിലാക്കിയതാണോ പരിണമിച്ച് വന്നതാണോ എന്നാണ് പറയുന്നതാണ് രൂപം കൊണ്ട രീതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതം അലിഖിത ഭരണഘടന എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ലിഖിതം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ. അപ്പോൾ ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളൊക്കെ എന്താണ്, ലിഖിത ഭരണഘടനയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയുടെയാണ് ഏറ്റവും വലിയ ഭരണഘടന, ബൃഹത്തായ ഭരണഘടന എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടേതാണ്, ചെറുതേതാണ് അമേരിക്കൻ ഐക്യനാടുകളുടേതാണ്. നെക്സ്റ്റ് അലിഖിതം. അലിഖിതം എന്ന് വെച്ചാൽ എന്താണ്, എഴുതി തയ്യാറാക്കാത്തതാണ് അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ അലിഖിത ഭരണഘടന എന്ന് വെച്ചാൽ എന്താണ്, ലിഖിതമല്ല അല്ലേ, എന്ന് വെച്ചാൽ എന്താണ്, പുസ്തകത്തിലൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ അവിടെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കില്ല. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും UK, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, UK എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ എന്താണ്, അലിഖിത ഭരണഘടനയാണ്. അപ്പോൾ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു, ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലിഖിത എന്ന് വെച്ചാൽ എന്താണ്, ലിഖിത എന്ന് വെച്ചാൽ എന്താണ്, എഴുതി തയ്യാറാക്കി ഒരു ഭരണഘടന ഉണ്ടായിരിക്കും. അലിഖിത എന്ന് വെച്ചാൽ എഴുതിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പുസ്തക രൂപത്തിലൊന്നും ഇറക്കിയിട്ടുണ്ടായിരിക്കില്ല. ലിഖിത ഭരണയ്ക്ക് എക്സാമ്പിളാണ് ഇന്ത്യയും അമേരിക്കയും. അലിഖിതത്തിലാണെങ്കിലോ ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഇസ്രായേലൊക്കെ എന്താണ്, അലിഖിത ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ദൃഢമായിട്ടുള്ളതും അയവുള്ളതും എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൃഢമായതെന്ന് വെച്ചാൽ എന്താണ്, മാറ്റം വരുത്തുന്നതിന്, അതായത് ഭേദഗതി വരുത്തുന്നതിനായിട്ട് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായത് എന്ന് വെച്ചാൽ. അതായത് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിച്ച്, രാജ്യസഭയിൽ അവതരിപ്പിച്ച്, പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കുറേ അങ്ങനെ ഭേദഗതി വരുത്തുന്നതിനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ ആവശ്യമുള്ള ഭരണഘടന ഏത് ഭരണഘടനയാണ്, ദൃഢമായിട്ടുള്ള ഭരണഘടന എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഇതൊക്കെ എവിടെയാണുള്ളത്, അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയൊക്കെ എന്താണ്, ദൃഢമായിട്ടുള്ള ഭരണഘടനയാണുള്ളത്. ഇനി എളുപ്പത്തിൽ മാറ്റം വരുത്താനായിട്ട്, അതായത് ഭേദഗതി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഭരണഘടനയാണ് അയവുള്ളത് എന്ന് വെച്ചാൽ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡിലൊക്കെ തന്നെ പെട്ടെന്ന് ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൃഢമായത് അയവുള്ളത് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദൃഢമായതെന്ന് വെച്ചാൽ എന്താണ്, ഭേദഗതി ചെയ്യാനായിട്ട് കുറേ പ്രൊസീജിയേഴ്സ്, കുറേ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയും. ഇനി അയവുള്ളതെന്ന് വെച്ചാൽ എന്താണ്, എളുപ്പത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും അല്ലേ. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും ന്യൂസിലാൻഡും. പിന്നെ നമ്മൾ അടുത്ത ഡിവിഷൻ നമ്മൾ പറഞ്ഞത് രൂപം കൊണ്ട് രീതിയിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പരിണമിച്ചതെന്ന് പറയുന്നതായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ എന്താണ്,
നടപ്പിലാക്കിയെന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഭരണഘടന നിർമ്മാണ സഭ നമുക്കറിയാം 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിൻ്റെ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കിയിട്ട് പ്രാബല്യത്തിൽ വന്ന ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയും. അമേരിക്കയും ഇന്ത്യ എന്നാണ് ഈ ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ് അല്ലേ, നടപ്പിലാക്കിയ ഭരണഘടനയ്ക്ക് എക്സാമ്പിളാണ്. ഇനി പരിണമിച്ചതെന്ന് വെച്ചാൽ എന്താണ്? ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടനയാണ്. അതായത് കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളൊക്കെ ഉൾപ്പെടുന്നതിലാണ്, പരിണമിച്ചതിലാണ്. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡവും കാനഡയും. അപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത്? ലിഖിത അലിഖിത ഭരണഘടനയുടെ ലിഖിതം എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കിയതാണ്, അലിഖിതം എന്ന് വെച്ചാൽ എന്താണ്? എഴുതി തയ്യാറാക്കാത്തതാണ് അല്ലേ. ഇനി ദൃഢമായെന്ന് വെച്ചാൽ എന്താണ്? ഭേദഗതി നമുക്ക് ചെയ്യാനായിട്ട് കുറേ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അയവുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഭേദഗതി ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നടപ്പിലാക്കിയെന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ശേഷം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയാണ്. പരിണമിച്ചെന്ന് വെച്ചാൽ എന്താണ്? പഴയ ആചാരങ്ങളും വഴക്കങ്ങളും ഒക്കെ വരുന്നതാണ് ഈ പരിണമിച്ചത് എന്നത് കൂടെ അർത്ഥമാക്കുന്നത്. ഇനി ഭരണഘടന ആവശ്യഗുണങ്ങൾ. ആവശ്യഗുണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യഗുണങ്ങൾ ഏതൊക്കെയാണ്? സംക്ഷിപ്ത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത എന്നിവയ്ക്ക് എന്താണ്? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ സംക്ഷിപ്തത എന്ന് വെച്ചാൽ എന്താണ്? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യമായിരിക്കണം, അതിനെയാണ് സംക്ഷിപ്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സംക്ഷിപ്തത എന്ന് വെച്ചാൽ എന്താണ്? അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യമായിട്ടുള്ളതിനെയാണ് സംക്ഷിപ്തത എന്ന് പറയുന്നത്. ഇനി വ്യക്തത എന്ന് വെച്ചാൽ എന്താണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതും എന്താണ്? പ്രധാനപ്പെട്ട ഗുണമാണ്. നെക്സ്റ്റ് ചലനാത്മകത എന്ന് വെച്ചാൽ എന്താണ്? മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കണം, അതാണ് ചലനാത്മകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തുവാനായിട്ട് കഴിയണം. നെക്സ്റ്റ് അനുയോജ്യത. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം, അതിനെയാണ് അനുയോജ്യത എന്ന് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം, അതിനെയാണെന്ന് പറയുന്നത് അനുയോജ്യത എന്ന് പറയുന്നത്. നെക്സ്റ്റ് സമഗ്രത. സമഗ്രത എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം, ഇതിനെയാണ് സമഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്രത എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം, അതിനെയാണ് സമഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യ ഗുണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, സമഗ്രത, അനുയോജ്യത എന്നിവയാണ്. ഇനി നെക്സ്റ്റ് ഭരണഘടനാ വ്യവസ്ഥ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ പൊതു സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ടീച്ചർ ചോദിക്കുന്നുണ്ട്, മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ് സൈക്കിൾ ഓടിക്കുന്നവർക്ക് നിയമങ്ങൾ പാലിക്കണമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. സാധാരണക്കാർ മാത്രമല്ല ഭരണാധികാരികൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലായി. വ്യക്തികൾക്ക് മേൽ നിയമങ്ങളുടെ നിയന്ത്രണം ഉള്ളതുപോലെ അധികാരങ്ങൾക്ക് മേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെൻറ് അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എല്ലാ അധികാരങ്ങളും ആർക്ക് നൽകിയിട്ടില്ല? അധികാരങ്ങൾ നമ്മൾക്ക് ഭരണഘടന അധികാരികൾക്ക് നൽകിയിട്ടില്ല. കാരണം എന്താണ്? ഇവരത് ചൂഷണം ചെയ്യുന്നതിനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതിനാൽ തന്നെ നമ്മൾക്ക് സാധാരണ ജനങ്ങളെ പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും അധികാരികൾക്കുണ്ട്. പക്ഷെ കുറച്ചുകൂടി അവകാശങ്ങൾ കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് എന്താണ് പറയുന്നത്? പരിധിയില്ലാത്ത അധികാരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇനി അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഭരണഘടനാ വ്യവസ്ഥയെയും കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. അപ്പോൾ
ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം അരിസ്റ്റോട്ടലിനെയാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നത് ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിലാണ് അല്ലേ? അരിസ്റ്റോട്ടിലാണ് ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയും ഭരണഘടനാ വ്യവസ്ഥയെയും കുറിച്ചിട്ട് ആര് പ്രതിപാദിച്ചിട്ടുണ്ട്? അരിസ്റ്റോട്ടിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചു. സാധാരണ നിയമങ്ങളുണ്ട്, ഭരണഘടനാ നിയമങ്ങൾ ഉണ്ടെന്ന് അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയിലേക്ക് ചെല്ലാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ ശപഥം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ? ഭാരതത്തിൻ്റെ ഭരണഘടനയിലുള്ള സത്യപ്രതിജ്ഞാ വാചകമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ഹിസ്റ്ററിയും കുറച്ച് കാര്യങ്ങൾ എന്താണ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് വന്നത്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായില്ലേ? ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1600. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാരാണ് ശരിക്കും പറഞ്ഞാൽ കച്ചവടത്തിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ വരുന്നത് അല്ലേ? ബ്രിട്ടീഷുകാർ വന്നത് എന്തിനാണ്? കച്ചവടത്തിനായിട്ട് വരികയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭരണം അവസാനം ആരുടെ കയ്യിലാവാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവാണ്. അപ്പോൾ അതാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് നിലവിൽ വന്നത്? 1600. നെക്സ്റ്റ് നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുണ്ടായിരുന്ന ഭരണാധികാരി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ന് പറയുന്നത് അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ അവസാനിക്കാൻ ഇത് കാരണമായി. തുടർന്ന് ആരാണ് ഇവിടെ ഭരണത്തിൽ വരുന്നത്? ബ്രിട്ടീഷ് രാജ്ഞിയാണ് അല്ലേ? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടത് ഏറ്റെടുക്കുകയാണ് ഭരണം. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടത്തിയ ബഹുജന സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. എന്നിട്ട് ആരാണ് വരുന്നത്? ബ്രിട്ടീഷ് രാജ്ഞിയാണ് നേരിട്ട് ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ എന്ന് പറയുന്നത്. കുറേ ആക്ടുകളുണ്ട്. ഏതൊക്കെയാണ്? 1909 മിൻറ്റോ മോർലി പരിഷ്കരണം, 1919 മൊണ്ടാഗ് ചെംസ്ഫോർഡ് പരിഷ്കരണം അല്ലേ? അതൊക്കെ എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളാണ്. അപ്പം നെക്സ്റ്റ് വരുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലേ? INS ആണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് ആർക്കാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പങ്കുവഹിച്ചത് എന്താണ്? പ്രധാന പങ്ക് എന്തിനാണ്? INS-നാണ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായിട്ട് സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാനപ്പെട്ട 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആക്ടുകൾ എന്നാണ് വരുന്നത്? 1935 വരുന്നത് അല്ലേ? അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ പറയുന്നത്? ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. നെക്സ്റ്റ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചു അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യക്ക് ഭരണഘടന നൽകണമെന്ന ആവശ്യത്തോട് കൂടിയിട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്.
ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇതനുസരിച്ചിട്ടാണ് ഭരണഘടന തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഭരണഘടന വന്നത് എന്നാണ് 1950 ജനുവരി 26 നിലവിൽ വന്നത്. എന്നാൽ 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നിട്ടുണ്ട്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നിട്ടുണ്ട് അല്ലേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ കരട് രൂപം തയ്യാറാക്കിയത് ഏത് കമ്മിറ്റിയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നമുക്കറിയാം നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഭരണഘടന അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത് എന്നാണ് 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26 ഭരണഘടന ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കരട് തയ്യാറാക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. നവംബർ 26 1949 നവംബർ 26 ഭരണഘടനയെ അംഗീകരിക്കുന്നത് അല്ലേ. ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26 ഇനി ക്യാബിനറ്റ് മിഷനെ കുറിച്ച് പറഞ്ഞു. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച മൂന്നംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ചിട്ടുള്ള മൂന്നംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ആമുഖം തന്നിട്ടുണ്ട്. ആമുഖത്തിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറയുന്നത്. തുടക്കം ഏതിലാണ്? ആമുഖത്തിലാണ് അല്ലേ. അതുപോലെ തന്നെ ആമുഖത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. പസോമജറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. പസോമജറി എന്ന് വെച്ചാൽ എന്താണ്? പരമാധികാര പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? നീതിയെക്കുറിച്ച് പറയുന്നു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, സമത്വത്തെക്കുറിച്ച് പറയുന്നു, സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആമുഖത്തെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ആമുഖത്തിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ആമുഖം എന്ന് പറയുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ട്? ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആമുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പ്രതിഫലിക്കുന്ന ഇതിലാണ്? ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, പസോമജറി ആണെന്ന് പറഞ്ഞു അല്ലേ. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. പരമാധികാരം എന്ന് വെച്ചെന്താണ്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇനി സ്ഥിതി സമത്വം എന്ന് വെച്ചെന്താണ്? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു. അപ്പോൾ എന്താണ് സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് സ്ഥിതി സമത്വത്തിൽ പറയുന്നത്. ഇനി മതേതരത്വം എന്ന് വെച്ചെന്താണ്? രാഷ്ട്രത്തെ ഔദ്യോഗികമായിട്ടുള്ള മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കുകയില്ല എന്ന് പറയുന്നതാണ് മതേതരത്വത്തിൽ. രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതമുണ്ടോ? ഇല്ല, മതമില്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ. ഇനി ജനാധിപത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത് അല്ലേ.
ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളായിട്ട് മാറുന്നു. നെക്സ്റ്റ് റിപ്പബ്ലിക് എന്ന് വെച്ചതാണ് തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് അല്ലേ. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഒരു ഭരണഘടന വേണമെന്ന് പറയുന്ന ഒരു ആശയം മഹാത്മാഗാന്ധിയുടെ നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായില്ലേ. മഹാത്മാഗാന്ധി വിചാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ആശയങ്ങൾ വേണമെന്നൊക്കെ അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 1947 ഓഗസ്റ്റ് 15 ശേഷം നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭരണഘടന വേണമെന്ന് ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഭരണഘടന വരുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അതറിയാലോ എല്ലാവർക്കും. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഏതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും ഒരു നിയമങ്ങളില്ലാതെ ജീവിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഏതൊക്കെ നിയമമായിരുന്നു? 1935 പാസ്സാക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായിട്ട് മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ സമയത്താണ് ഭരണഘടന നിലവിൽ വരുന്നത് എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഇത് പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഇപ്പോൾ 399 അല്ലേ, 389, 389, 22 പട്ടികയ്ക്കാണ് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ബാക്കി പറയുന്നുണ്ട്, ആകെ ജസ്റ്റ് വായിച്ചിരിക്കുക. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളും ഉണ്ടായിരുന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ദ്വിമണ്ഡല സഭ പറയുന്നത്. അതുപോലെ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1949 നവംബർ 26 എന്ത് വരുന്നത്? 1949 നവംബർ 26 ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26 1950 ജനുവരി 26 എന്ത് വരുന്നത്? ഭരണഘടന നടപ്പിലാക്കുന്നത്, ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണ് 1950 ജനുവരി 26 ക്ലിയർ ആയല്ലോ? അപ്പം ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമ ദിനം എന്നറിയപ്പെടുന്നത് ഏത് ദിവസത്തെയായിരിക്കും? നവംബർ 26 നവംബർ 26 എന്ത് വരുന്നത്? ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ആരാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആരാണതിൽ?
KA മുഹമ്മദാണ് തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗം. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു എന്നറിയോ? തിരുവിതാംകൂറിൽ നിന്ന് 9 പേരാണ് ഉണ്ടായിരുന്നത് അല്ലേ? തിരുവിതാംകൂറിൽ നിന്ന് 6 പേരായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? തിരുവിതാംകൂറിൽ നിന്ന് 6 പേരാണ് ഉണ്ടായിരുന്നത്. മദ്രാസിൽ നിന്ന് 9 പേരും അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരാളും ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പട്ടം താണുപിള്ള ഉണ്ടായിരുന്നു. പട്ടം താണുപിള്ള അതുപോലെ തന്നെ PS നടരാജപിള്ള പിന്നെ K മുഹമ്മദ് പറഞ്ഞു നമ്മൾ. PT ചാക്കോ അതുപോലെ R ശങ്കർ, പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, ആനി മസ്കറീൻ എന്നിവരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ. ചോദിക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, PS നടരാജപിള്ള, PT ചാക്കോ, K മുഹമ്മദ്, R ശങ്കർ, ആനി മസ്കറീൻ എന്നിവരാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ എവിടെ നിന്നാണ്? കൊച്ചിയിൽ നിന്നുണ്ടായിരുന്ന ആളാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. എവിടെ നിന്നായിരുന്നു? കൊച്ചിയിൽ നിന്നാണ് കേട്ടോ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിൽ നിന്നാണ്. അതുപോലെ തന്നെ MK മേനോനും K മാധവമേനോനും മദ്രാസിൽ നിന്നുള്ള ആൾക്കാരാണ്. മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളാണ് കേട്ടോ. MK മേനോനും K മാധവമേനോനും മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളാണ്. AK മേനോൻ അതുപോലെ K മാധവമേനോൻ, KTM മുഹമ്മദ് ഇബ്രാഹിം, PSP കുഞ്ഞിരാമൻ, B പോക്കർ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരൊക്കെ എവിടെ നിന്നുള്ളവരാണ്? മദ്രാസിൽ നിന്നാണ്. നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ മദ്രാസിൽ നിന്ന് ആരൊക്കെയാണെന്ന് പഠിച്ചേക്കുക? K മാധവമേനോൻ, AK മേനോൻ, KTM മുഹമ്മദ് ഇബ്രാഹിം സാഹിബ്, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, B പോക്കർ, P കുഞ്ഞിരാമൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരൊക്കെ എവിടെ നിന്നാണ്? മദ്രാസിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ മൗലിക കടമകളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് മാത്രമായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് പറഞ്ഞു പോകാം. ഏതാണ് ആൻസർ വരുന്നത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നീതി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഏത് ഭാഗത്താണ്? ആമുഖത്തിലാണ് സോഷ്യലിസം, മതേതരത്വം. അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ഐക്യം എന്ന് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 42ാം ഭേദഗതിയിലൂടെയാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡത എന്ന് പറയുന്ന വാക്കും കൂട്ടിച്ചേർത്തത് ആമുഖത്തിലാണ്. ആമുഖം ഒരേ ഒരു പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? 42ാം ഭേദഗതിയിലെ 1976 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം അതുപോലെ തന്നെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. സോഷ്യലിസം, മതേതരത്വം അതുപോലെ തന്നെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന വാക്കും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോഷ്യലിസം, സെക്യുലർ ഇൻറ്റഗ്രിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് വരുന്നത്? നോക്കിയോക്കെ. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അല്ലേ? നമ്മൾ അതിന് കോഡൊക്കെ ഇട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് എന്തായിരുന്നു പറഞ്ഞത്? പസോമാജെറി എന്നല്ലേ? പസോമാജെറി എന്ന് പറയുമ്പോൾ ഇതാണ് എന്ന് പറയുന്നത്. ഇതാണ് വരുന്നത്. എന്ന് പറയുന്നത് പരമാധികാര, സോ എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ്, മാ എന്ന് വെച്ചാൽ മതേതര, ജ എന്ന് വെച്ചാൽ ജനാധിപത്യ റിപ്പബ്ലിക്ക്. പസോമജെറിയാണ് അല്ലേ? ആമുഖം എന്ന് പറയുന്നത് ഒരു പസോമജെറിയാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ആമുഖ പ്രകാരം ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറയുന്നതാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ? നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ? ആ ഒരു സമയത്താണ് അംഗീകരിക്കുന്നത് ഭരണഘടന. അതുപോലെ തന്നെ
ശരിക്കും അംഗീകരിച്ച് ചോദിക്കുകയാണെങ്കിൽ 1949 നവംബർ 24-നാണ്. എന്നാൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 26-നാണ്. അതുപോലെ തന്നെ എന്താണ് ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത് എന്നും പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? നമ്മൾ പറഞ്ഞു ദാക്ഷായണി വേലായുധനാണ് മദ്രാസിൽ നിന്നുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു. മദ്രാസിൽ നിന്ന് ദാക്ഷായണി വേലായുധനും അതുപോലെ തന്നെ വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അമ്മു സ്വാമിനാഥൻ അല്ലേ? അമ്മു സ്വാമിനാഥനാണ് ആനി മസ്ക്രീനാണോ ഉണ്ടായിരുന്നത്? ഔട്ടായല്ലോ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനാണ് മദ്രാസിൽ നിന്നുണ്ടായിരുന്നത് അല്ലേ? ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്ന് ഉണ്ടായിരുന്നതാണ് അല്ലേ? 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീനും മദ്രാസിൽ നിന്ന് ആരായിരുന്നു ഉണ്ടായിരുന്നത്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ നോക്കാം, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഈ ഒരു കോളം വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സമ്മേളനം എന്നാണ് നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതാണ് ഡിസംബർ 6-നായിരുന്നു അല്ലേ? 1949 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അങ്ങനെ 1946 ഡിസംബർ 9-നാണ് എന്ത് വരുന്നത്? ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഭരണഘടന അംഗീകരിച്ചത് ഒപ്പുവെച്ചതെന്നാണ് 1949 നവംബർ 26-നാണ്. നമ്മൾ പറഞ്ഞു നവംബർ 26-നാണ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26-നാണ് റിപ്പബ്ലിക് ആയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം നടന്നതെന്നാണ് 1946 ഡിസംബർ 9-നാണ്. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടന അംഗീകരിച്ചതും ഒപ്പുവെച്ചതും 1949 നവംബർ 26-നാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി അല്ലേ? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി നമുക്ക് എത്രയാണ് 1950 ജനുവരി 26-ന് വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, അതുപോലെ 8 പട്ടികകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് പഠിക്കേണ്ടത്? ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങളുണ്ട്. 22 ഭാഗങ്ങളുണ്ട്. നേരത്തെ ഞാൻ തെറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അനുച്ഛേദങ്ങൾ 395 കേട്ടോ. 395 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ 8 പട്ടികകളാണ് ഉള്ളത്. 8 പട്ടിക, 22 ഭാഗം, 395 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. പഠിച്ചു വയ്ക്കുക. 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉള്ളത്. എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ? എന്തൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ്. അതായത് ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ്. അതുപോലെ ജനങ്ങളുടെ പരമാധികാരം, അതായത് രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. അതാണ് ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങളുണ്ട്. നമുക്കറിയാം അല്ലേ? ഓരോ വ്യക്തിക്കും ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്, മൗലിക കടമകളുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് പറയാം. ഇനി നിയമവാഴ്ച എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് അല്ലേ? എല്ലാവരും നിയമത്തിന് വിധേയരാണ്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം അല്ലേ? ഒരു നിശ്ചിത പ്രായം പൂർത്തിയായാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ഫെഡറലിസം എന്ന് വെച്ചാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംസ്ഥാനമാണ്. അതായത് ഫെഡറലിസം ഉണ്ട്. അതുപോലെ ഏക പൗരത്വത്തിലെ രാജ്യത്തെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്.
സംസ്ഥാനങ്ങൾക്കായിട്ട് എന്തില്ല, പൗരത്വമില്ല. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ? പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ? എന്തൊക്കെയാണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നുണ്ട്. അവകാശങ്ങളും കടമകളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ അല്ലേ. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു അല്ലേ. ഗവൺമെൻറ് അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട് അല്ലേ. മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട്. അതുപോലെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അതുപോലെ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. പിന്നെന്താണ്? രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ഭരണ സംവിധാനങ്ങളും രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി വർഷങ്ങൾക്ക് മുമ്പ് നാം വിധേയമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ചോദിക്കാറുണ്ടല്ലോ. ആരാണ്? നെഹ്റു ആണ് അല്ലേ. നെഹ്റു ആണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാണ് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നത് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധേയമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പറയാനുണ്ടായിരുന്നില്ല. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആ നിയമങ്ങളൊക്കെ അതിലുള്ള നിയമങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് ലക്ഷ്യപ്രമേയം എന്ന് വെച്ചാൽ? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറെടുക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ എന്താണ് പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറയുകയാണ്. അതുപോലെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും എന്ന് പറയുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുക എന്ന് പറയുന്നു. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ലക്ഷ്യപ്രമേയത്തിൽ എന്താണ് പറഞ്ഞത്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറെടുക്കുവാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങളും കൂടിയുള്ളതാണെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സ്വയംഭരണ യൂണിറ്റുകളാണ്. ബാക്കിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിലോ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഇവർക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്കാണ് കൂടുതലായിട്ട് അധികാരം അല്ലേ. എല്ലാ അധികാരങ്ങളും ജനങ്ങളിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമത്വമാണെന്നൊക്കെ പറയുന്നത് ലക്ഷ്യപ്രമേയത്തിലാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്.
അതിനുശേഷം ഈ ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറുന്നത്, ആമുഖമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ആമുഖം തന്നിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം. നോക്കിയൊക്കെ ഈ ഒരു കോഡ് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. ആമുഖത്തിൽ തുടക്കത്തിൽ പറയുന്നത് എന്താണ്, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, പസോമ ചെറിയാണെന്ന് പറഞ്ഞു അല്ലേ. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, നീതി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. നീതിയുണ്ട്. ഈ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പം നീതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ച് ആമുഖത്തിൽ പറയുന്നുണ്ട് അല്ലേ. നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ച് പറയുന്നു. സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നു. സാഹോദര്യം എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ് എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എന്താണ്, ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ചോദിക്കാറുണ്ട്. 1949 നവംബർ 26 ഇതിൽ പറയുന്നത്. 1949 നവംബർ 26 ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലേ. കഴിഞ്ഞ ചാപ്റ്റർ SCRTയിലെ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ കണ്ടതാണ്. 1946 ഡിസംബർ 6 എന്ത് രൂപീകരിക്കുന്നത്, ഈ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് അല്ലേ. അതിനുശേഷം 1946 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. അന്ന് മുതൽ തൊട്ട് നോക്കുകയാണെങ്കിൽ 2 വർഷം 11 മാസം 17 ദിവസമാണ് ഈ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ട സമയം എന്ന് പറയുന്നത്. 1949 നവംബർ 26 ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് അല്ലേ. 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1950 ജനുവരി 26 എന്ത് വരുന്നത്, ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞു. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പാർലമെന്ററി ജനാധിപത്യമുണ്ട്. അതായത് നിയമനിർവ്വഹണ വിഭാഗം, കാര്യനിർവ്വഹണ വിഭാഗം എന്ന് പറയുന്ന ഇല്ലേ, അതാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ് അല്ലേ. ഭേദഗതി ചെയ്യാനും പറ്റും, ചിലത് ഭേദഗതി ചെയ്യാനും പറ്റില്ല അല്ലേ. ചിലത് ചെയ്യാനായിട്ട് പറ്റും, ചിലത് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊക്കെ പ്രധാനപ്പെട്ട നടപടികളുണ്ട് അല്ലേ. അതാണ് പറയുന്നത്, ദൃഢവുമാണ് എന്നാൽ അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അതുപോലെ തന്നെ അല്ലേ, രാജ്യസഭയും ലോകസഭയൊക്കെ ഉണ്ടല്ലേ, അതാണ് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്, ഓരോ അധികാരങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ച് നൽകിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്, ദൃഢവുമായുള്ളതുമായ ഘടനയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. പാർലമെന്ററി ജനാധിപത്യമാണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവും ആയ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യൻ ഫെഡറലിസം എന്ന് വെച്ചാൽ അധികാരങ്ങൾ 2 അല്ലേ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചിരിക്കുന്നതിനെയാണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താലോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണ്. അപ്പോൾ 1949 നവംബർ 26 അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആമുഖം വായിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു 1949 നവംബർ 26 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി ആമുഖം എന്ന് പറയുന്നതാണ് റെഡി ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സ്ഥിരം അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലും കണ്ടു. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ. എന്നാൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റാണ്. അപ്പോൾ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിട്ടുണ്ട്. ചേരുമടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയ ഇവിടെ നിന്ന് കടമെടുത്താണ് നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ.
അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തിരിക്കുന്നത്. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 4, 2, 3, 3, 2, 4, 1 അല്ലേ? നോക്കി നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക അല്ലേ? ആമുഖമൊക്കെ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലൂടെയാണ്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. തെറ്റാണ് അല്ലേ? 10 ലക്ഷം അല്ലേ വരുന്നത്? 10 ലക്ഷം ജനങ്ങളാണ് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? പസോമജെറിയാണെന്ന് പറഞ്ഞല്ലോ. ഓർമ്മയില്ലേ പസോമജെറി എന്ന് പറഞ്ഞത്? ഇല്ലേ? നമ്മൾ കണ്ട ക്വസ്റ്റ്യനും കൂടിയാണ് അല്ലേ? നമ്മൾ അതിൽ കണ്ടതാണ് അല്ലേ? ഏതിൽ കണ്ടത്? SCERT കണ്ടതാണ്. പസോമജെറി അല്ലേ? അതുപോലെ തന്നെ നേരത്തെ കണ്ട ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നല്ലോ അല്ലേ? പസോമജെറി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പസോമജെറി എന്ന് വെച്ചാൽ എന്താണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്കാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏതാണ് വരുന്നത് ശരിയായിട്ടുള്ളത്? ഓൺലി 2 അല്ലേ? ഓൺലി 3. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പ്രധാനപ്പെട്ട ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കമ്മിറ്റിയാണ്? 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു അല്ലേ? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു. ഇനി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. തെറ്റാണ്. നമ്മൾ പറഞ്ഞു ആരാന്ന്? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന 1ഉം 2ഉം ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണ്. പ്രസിഡന്റ് അല്ലേ? നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എങ്കിലും താൽക്കാലിക പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത ആരെയായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു എന്നും പഠിച്ചു വയ്ക്കുക. അപ്പം ഭരണ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ് ആണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ശരിയാണല്ലോ. ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചേർക്കുന്നതിൽ ശരിയായത് ഏതാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് കാനഡയിൽ നിന്ന് എടുത്തതാണ്. ശരിയാണ്. ശിഷ്ടാധികാരങ്ങൾ, എല്ലാ അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നതും കാനഡയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയൊക്കെ എന്താണ്? കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ള ആശയമാണ്. നിർദ്ദേശക തത്വങ്ങൾ അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ വരുന്നില്ല. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ പറഞ്ഞു അയർലൻഡിൽ നിന്നാണ് എടുത്തതെന്ന് അല്ലേ? അപ്പോൾ അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1, 2 അല്ലേ ശരിയായിട്ട് വന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് അല്ലേ 1ഉം 2ഉം ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ശരിയാണ്. നെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പരമാധികാരം വരും. സ്ഥിതി സമത്വത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് വന്നു. മൗലികാവകാശങ്ങളെക്കുറിച്ച് ആമുഖത്തിൽ പറയുന്നില്ല. അപ്പോൾ ഡി ആണ് തെറ്റ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? കറക്റ്റ് SCERT നിന്ന് എടുത്തിട്ടുള്ളതാണ്. നോക്കാം. ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അല്ലേ? സവിശേഷത ശരിയാണല്ലോ. ആദ്യത്തെ ലിഖിത ഭരണഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയില്ലേ? ആദ്യത്തെ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും വലുതാണെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയുടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരി വരുന്നത്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 വർഷം 11 മാസം 17 ദിവസമാണ് SCERT പ്രകാരം നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം അത് തന്നെയാണ് PSCയും എടുക്കുന്ന ആൻസർ. 17 ദിവസമാണ്. 18 എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 18 ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 18 ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് SCERTയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക PSCയിലാണെന്നുണ്ടെങ്കിലും ആൻസർ കൊടുക്കുന്നത് 17 ദിവസം എന്നാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കാം. 3 വർഷവും 11 മാസം 17 ദിവസമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് പട്ടികകൾ? എത്രയാണ് നമ്മൾ പറഞ്ഞത്? 12 പട്ടികയുണ്ടെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? 12 പട്ടികയുണ്ട് അല്ലേ? 12 പട്ടികയുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പോഴത്തെ നമ്മൾ അതിൽ പറഞ്ഞില്ല. 448 ആർട്ടിക്കിളും അതുപോലെ തന്നെ 25 പാർട്ട് കേട്ടോ. 25 പാർട്ടും 12 പട്ടികകളാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടായിരുന്നത് പറഞ്ഞല്ലോ. എത്രയാണ് പറഞ്ഞത്? 395ഉം 22 അല്ലേ? 295 ആർട്ടിക്കിളും 22 പാർട്ടും 8 ഷെഡ്യൂൾസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? 8 പട്ടികകളും 22 പാർട്ട് ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസ് ആണ്, അനുച്ഛേദങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ആദ്യത്തെ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചോദിക്കുകയാണെങ്കിൽ 448, 25, 12 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ 8 പട്ടിക എന്ന് പറയുന്നത് ആദ്യത്തെ പട്ടികയാണ് അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് തെറ്റ് സവിശേഷതപ്പെടാത്തത്? ഏതൊക്കെയാണ്? 1 വരുന്നില്ല, 3 വരുന്നില്ല, 4 വരുന്നില്ല. ഓപ്ഷൻ C ആണ് വരുന്നത്. 1, 3, 4 എന്നിവ എന്താണ് തെറ്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ആമുഖമാണ് അല്ലേ? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നത് ആമുഖത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9 അല്ലേ? 1946 ഡിസംബർ 9 എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിൽ വെച്ചാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷനിൽ 1946 ഡിസംബർ അമൃത്സർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ ഇതിലില്ല. ഓക്കെ, അപ്പോൾ 1946 ഡിസംബർ 6 എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ്? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്മേളനത്തിലാണെന്ന് പറയുന്നത് ശരിയാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്ന് പറയുന്നതും ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് എന്നാണ്? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നതാണ് 1946 ഡിസംബർ 13 അപ്പോൾ അംഗീകരിക്കുന്ന പറയുമ്പോൾ എന്താണ്? ആമുഖം. ലക്ഷ്യപ്രമേയം പിന്നീട് ആമുഖമായിട്ട് മാറാണ് ചെയ്തത്. അപ്പോൾ 1947 ജനുവരിയുമായി ബന്ധപ്പെട്ട് അല്ലേ വരാം. അപ്പോൾ 1947 ജനുവരിയിൽ എന്താണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണെന്ന് പറയുന്നതും ശരിയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്ന് പറയുന്നത് തെറ്റാണല്ലേ? ആരാണ് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർക്കാണോ ചെയ്തത്? അത് അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നമുക്ക് തെറ്റായത് ഓപ്ഷൻ B ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതണമെന്ന് 1947 ജനുവരിയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയം പിന്നെ ആമുഖമായിട്ട് മാറി. ആ ആമുഖമാണ് അംഗീകരിക്കുന്നത് 1947 ജനുവരി 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. പിന്നെന്താ പറയുന്നത്? ഭരണഘടനയുടെ ആത്മാവാണ്. അത് നോക്കാം കേട്ടോ. ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനെ മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു എന്ന് ആമുഖത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളിയാണ്. അപ്പോൾ ഇത് മാത്രം പഠിച്ചിരിക്കുക. ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളിയാണ്. ആ ഒരു ഭാഗം മാത്രം പഠിച്ചിരിക്കുക. നമുക്ക് ആത്മാവിനെ കുറേ വരുന്നത് കാരണം പഠിച്ചിരിക്കാൻ എളുപ്പമാണോ? ഹൃദയവും ആത്മാവും പറയുന്നത് ആരായിരുന്നു? താക്കൂർദാസ് ഭാർഗവായിരുന്നു. ആത്മാവും താക്കോലും പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആത്മാവ് എന്ന് മാത്രം പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3 വരുന്നത്. ചേരുംവഴി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് എടുത്തത്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നാണ്. റഷ്യ. പഞ്ചവത്സര പദ്ധതി റഷ്യ. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഭരണഘടന ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഏതാണ് വരുന്നത് ശരിയായിട്ടുള്ളത്? 1 ബി, 2 സി, 3 ഡി, 4 എ അല്ലേ? ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 പേരാണ് പങ്കെടുത്തത്. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 ആണോ? അല്ലല്ലോ. എത്ര പേരാണ് പങ്കെടുത്തത്? എത്ര പേരായിരുന്നു? 9 പേരല്ലേ പങ്കെടുത്തത്. അപ്പോൾ 7+2 എന്ന് പറയുന്നത് 9 അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. വനിതകൾ എത്ര പേരാണ്? 9 പേരാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. എയും ബി ആണ് ശരിയായിട്ട് വരുന്നത്. ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് നടന്നു. 207 പേരാണ് പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 7 വനിതകളാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 9 നടന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത ആരാണ്? അഭിസംബോധന ചെയ്ത് JB കൃപലാനിയാണ്. അഭിസംബോധന ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ JB കൃപലാനിയാണ് അഭിസംബോധന ചെയ്തത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ 11 ഡിസംബർ 11 ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക പ്രസിഡൻ്റായിട്ട് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡിസംബർ 11 മെയിനായിട്ട് നമുക്ക് ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പഠിച്ചിരിക്കുക. കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ടെമ്പററി പ്രസിഡൻ്റായിട്ട് ആദ്യത്തെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. അഭിസംബോധന ചെയ്ത ആരാണ്? JB കൃപലാനിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് മീറ്റിംഗ് ആണ് 1946 ഡിസംബർ 11 നടക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ 11 നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിസംബർ 9 അല്ലേ? ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ SCERT ചാപ്റ്ററും NCERT ചാപ്റ്ററും ഒക്കെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ SCERT ചാപ്റ്റേഴ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. NCERT ചാപ്റ്റേഴ്സ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതുപോലെ പോയിന്റ് വൈസ് ആയിട്ടാണ് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത് കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാം. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. നമുക്ക് അത് ആ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ അറിയാം. PSC ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അതിലുണ്ട്. അതായത് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് പൊളിറ്റിക്സിലും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആമുഖം, ലക്ഷ്യപ്രമേയം, അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ NCERT ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ മാത്രമാണ് നമുക്ക് ഈ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, നമുക്ക് NCERT പറയുന്ന കുറേ ഇങ്ങനെ വലിച്ചുവാരി പറയുന്നുണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാലും വായിച്ച് നോക്കണമെന്നുള്ളവർ അപ്പോൾ ആ ടെക്സ്റ്റും കൂടി ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? ഭരണഘടന നിർമ്മാണ സഭയാണ്. നമ്മൾ കണ്ടു, SCERT കണ്ടു അല്ലേ. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ
സഭയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? താൽക്കാലിക അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിരം അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ചോദിക്കുകയാണെങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിലും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഭരണഘടന എഴുതി തയ്യാറാക്കി ഭരണഘടന നിർമ്മാണ സഭ അംഗീകാരം നൽകിയതെന്നാണ്. അംഗീകാരം നൽകിയത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ് ചോദിക്കാറുണ്ട്. 1949 നവംബർ 26 അപ്പോൾ നവംബർ 26 ഭരണഘടനാ ദിനം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, കഴിഞ്ഞ ESCRT ചാപ്റ്ററിൽ കണ്ടു അല്ലേ? ഇനി ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26 അപ്പോൾ ഈ രണ്ട് ഡേറ്റും തന്നിട്ട് ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ധർമ്മങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ധർമ്മങ്ങളാണുള്ളത്. ഈ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് NCERT എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ HSS ലൈവ് എന്ന് പറയുന്ന സൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്? ധർമ്മം എന്ന് പറയുന്നത് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നുണ്ട്. ഏകോപനവും ഉറപ്പും നൽകുന്നുണ്ട്. ഏകോപനവും ഉറപ്പും നൽകുന്നത് പഠിച്ചു വെച്ചിരിക്കാൻ. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി എഴുതേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പും അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ് ഭരണഘടനയുടെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പും അനുവദിക്കുന്ന ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുക എന്നതാണ്. ഭരണഘടന എല്ലാ അംഗങ്ങൾക്കും ഒരേ നിയമങ്ങൾ നടപ്പിലാക്കുമെന്നും ആ നിയമങ്ങൾ അനുസരിക്കുവാൻ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു. എന്താ പറയുന്നത്? എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെയാണ് നിയമം നടപ്പിലാക്കുന്നില്ല. ഒരു വിഭാഗക്കാർക്ക് മാത്രമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ല. അതാണ് പറയുന്നത്, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു ഇതൊക്കെ പാലിക്കുന്നതിനായിട്ടെന്നും പറയുന്നത് ഭരണഘടന പറയുന്നുണ്ട്. നെക്സ്റ്റ്, രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കലാണ്. അതായത് ഒരു രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് വ്യക്തമാക്കുക എന്നതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം. ഒരു രാജ്യത്തിൽ തീരുമാനമെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നത് വ്യക്തമാക്കുകയാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളിലെ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കലാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ, അതായത് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള ഭരണകൂട താല്പര്യങ്ങളെ ഭരണഘടന നിയന്ത്രിക്കുന്നുണ്ട്. വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള ഭരണകൂട താല്പര്യങ്ങളെ ഭരണഘടന നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ്, നാലാമത്തെ പോയിന്റ് ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ഒരു സമൂഹത്തിൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനും നീതിപൂർവക സമൂഹത്തിന് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സർക്കാരിനെ പ്രാപ്തമാക്കുക എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. എന്താണ് മൂന്നാമത്തെ ധർമ്മം? ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനും നീതിപൂർവകമായ സമൂഹത്തിന് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സർക്കാരിനെ പ്രാപ്തമാക്കുക. ഭരണഘടനകളിൽ അസമത്വത്തെ മറികടക്കുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായിട്ട് നിരവധി ക്രിയാത്മക നടപടികൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ? സമൂഹത്തിന്റെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനായിട്ടൊക്കെ കുറേ നടപടികളുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനും നീതിപൂർവകമായ സമൂഹത്തിന് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്. നെക്സ്റ്റ്, ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. അതായത് ഭരണഘടന ഒരു ജനതയുടെ അടിസ്ഥാന വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവുമായ താല്പര്യങ്ങളെ മാറ്റി നിർത്തുന്നതിനും ദേശീയ വ്യക്തിത്വം സൃഷ്ടിക്കുന്നതിനും ഭരണഘടന സഹായകമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെച്ചിരിക്കുക. ഒന്ന് എന്താ പറഞ്ഞത്? അഭിലാഷങ്ങൾ അല്ലേ? എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് ഭരണഘടന ഏകോപനം ഉറപ്പു നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ, പിന്നെ എന്താ പറഞ്ഞത്? ലക്ഷ്യാഭിലാഷം പറഞ്ഞു. പിന്നെ ജനതയുടെ മൗലിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കടമെടുത്ത ആശയങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന എന്തൊക്കെയാണ്? പാർലമെന്ററി വ്യവസ്ഥ, FPTP സംവിധാനം, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനം,
അധികാരങ്ങൾ, നിയമനിർമ്മാണ സംവിധാനം. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ പാർലമെന്ററി വ്യവസ്ഥ, FPTP സംവിധാനം, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും, നിയമനിർമ്മാണ സംവിധാനം. നെക്സ്റ്റ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കനെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, മൗലിക അവകാശങ്ങളാണ് അതിൽ എപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളത്. അമേരിക്കൻ ഭരണഘടന, മൗലിക അവകാശങ്ങൾ, നീതിന്യായ പുനഃപരിശോധന, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഇനി ഐറിഷ് ഭരണഘടന. അയർലൻഡിൽ നമ്മൾ എടുത്തിട്ടുള്ള എന്തൊക്കെയാണ് നിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഫ്രഞ്ച് ഭരണഘടനയാണെങ്കിലോ സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. ഇനി കനഡിയൻ ഭരണഘടനയാണെങ്കിൽ അർദ്ധ ഫെഡറൽ സംവിധാനവും അവശിഷ്ട അധികാരമാണ് കടമെടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അവകാശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 2ലാണ് അല്ലേ. പാർട്ട് 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പാർട്ട് 2ആണ്. ഇനി ഏതാണ് ആർട്ടിക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെടുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 രീതികളാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 രീതികൾ. ഏതൊക്കെയാണ് നഷ്ടപ്പെടുന്ന മാർഗങ്ങൾ? ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പരിത്യാഗം. എന്താണ് പരിത്യാഗം? പരിത്യാഗം എന്ന് വെച്ചാൽ ഇപ്പം സ്വയം വേണ്ടെന്ന് വെക്കില്ലേ, അതാണ് പരിത്യാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ നിർത്തലാക്കൽ. ഓക്കെ, നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും അല്ലേ. നിർത്തലാക്കൽ. പിന്നെ ഉള്ളത് പൗരത്വ അപഹരണം. എന്താണ് പൗരത്വ അപഹരണം? ഇങ്ങനെ 3 രീതികളിലൂടെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. അപഹരണം. അപ്പം നഷ്ടപ്പെടുന്ന മാർഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 3 എണ്ണമാണ്. ഒന്ന് പരിത്യാഗം, 2 നിർത്തലാക്കൽ, 3ാമത്തേത് പൗരത്വ അപഹരണം. ഇനി നമുക്ക് ചോദിക്കാം എത്ര മാർഗങ്ങളിലൂടെയാണ് പൗരത്വം ലഭിക്കുന്നതെന്ന്. പൗരത്വം ലഭിക്കുന്ന മാർഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടോ. 5 മാർഗങ്ങളാണ് പൗരത്വം ലഭിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ 5 മാർഗങ്ങളാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. ഇനി ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 രീതികളിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, അതുപോലെ തന്നെ എന്താണ് പൗരത്വ അപഹരണം. ഇനി ലഭിക്കുന്ന മാർഗങ്ങളോ 5 മാർഗങ്ങളാണ് ലഭിക്കുന്ന മാർഗങ്ങളുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതൊക്കെയാണ്? പരിത്യാഗം പറഞ്ഞു അല്ലേ. പരിത്യാഗം, പൗരത്വ അപഹാരം, ആർജിത പൗരത്വം അത് വരുന്നുണ്ടോ? ആർജിത പൗരത്വം വരുന്നില്ല. നിർത്തലാക്കൽ. ഇവ 3ആണ് ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹാരം. ആൻസർ വരുന്നത് ഓപ്ഷൻ 1, 2, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. അത് ശരിയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അത് ശരിയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ ഭാഗം 3 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏതാണ് ഭാഗം 3 വരുന്നത്? ഏതാണ്? മൗലിക അവകാശങ്ങളാണ് ഭാഗം 3 വരുന്നത്. ഭാഗം 2 ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉള്ളത്. അത് ശരിയാണ്. ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ്, ഇത് പൗരത്വാവകാശം നിയമം മൂലം നിയന്ത്രിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 11.
ഇനി ആർട്ടിക്കിൾ 9 എന്നാ പറയുന്നത്, ആർട്ടിക്കിൾ 9 ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഏക പൗരത്വം, അതായത് ഒരാൾക്ക് ഒരു പൗരത്വം പാടുള്ളൂ, അതാണ് പറയുന്നത് ഏക പൗരത്വം. ആർട്ടിക്കിൾ 9 പറയുന്നത്. ഇപ്പോൾ 2 ആർട്ടിക്കിൾ പഠിച്ചു. ആർട്ടിക്കിൾ 9 എന്ന് വെച്ചാൽ ഏക പൗരത്വമാണ്. ആർട്ടിക്കിൾ 11 എന്ന് വെച്ചാൽ പൗരത്വാവകാശം നിയമം മൂലം നിയന്ത്രിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. അതായത് ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഇനി പാർട്ട് 2 പറയുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. നഷ്ടപ്പെടുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? എത്ര വിധത്തിൽ നഷ്ടപ്പെടാം? 3 അല്ലേ? 3 വിധത്തിൽ നഷ്ടപ്പെടാം, 5 വിധത്തിൽ സ്വീകരിക്കാം. അപ്പോൾ 5 വിധത്തിലാണ് ലഭിക്കുന്ന മാർഗ്ഗങ്ങൾ 5 ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരക്കാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. അപ്പം ഇതാണ് പ്രദേശ സംയോജനത്തിലാണ് എന്ത് വരുന്നത്? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇന്ത്യയോട് കൂടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രാദേശിക സംയോജനത്തിൽ വരുന്നതാണ്. അപ്പോൾ 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരക്കാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. ഇനി ഇഷ്ടപ്പെടുന്ന മാർഗ്ഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഏതൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ട് വന്നതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. 3 തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൗരത്വത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. നെക്സ്റ്റ് വരുന്നത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ വിദേശികൾക്ക് വോട്ടവകാശമില്ല. എവിടേക്കുള്ള? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അപ്പോൾ പ്രസ്താവന 2 ശരിയായിട്ട് വന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജന്മസിദ്ധമായ പൗരത്വം ശരിയാണ്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ശരിയാണ്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം, ഇവയെല്ലാം എന്താണ്? പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര വിധത്തിലാണ് ലഭിക്കുന്നത്? 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, പിന്നെന്താണ്? ചിരക്കാല താമസം വഴി, പിന്നെ പ്രദേശ സംയോജനം വഴി. അങ്ങനെ 5 വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നത്. പൗരത്വം ലഭിക്കുന്ന മാർഗ്ഗങ്ങൾ 5 ജനനം വഴി, പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരക്കാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. അപ്പം ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരിയല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയെ പറയുന്ന ഏത് രീതിയിലൂടെയാണ് ലഭിക്കുന്നത്? രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വമാണ്. അപ്പോൾ എന്നാണ് ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്? ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത് 1955 1955 ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്. 5 വിധേനയാണ് ലഭിക്കുന്നത്. 3 മാർഗങ്ങളിലൂടെയാണ് നഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 7 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. അത് ശരിയാണ്. OCI എന്ന് വെച്ചാൽ എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ.
ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എത്ര മുതലാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ? 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1, 2, 4 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. BSCയുടെ ആൻസർ കീ പ്രകാരം ഫുള്ളും ശരിയെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ആൻസർ കീയിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ OCA എന്ന് വെച്ചാൽ എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എത്രാമത്തെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ? ഭാഗം 2 ആണ്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 5 മുതൽ 11 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PVQ എടുക്കുമ്പോൾ കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ പൗരത്വമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2023 വരെ, ഇപ്പോൾ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നോക്കുന്നത്. 140/24 എന്ന് പറയുന്ന കാറ്റഗറി കോഡാണ് കേട്ടോ. അതായത് LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2026 മുതൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയും എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകളും ചെയ്യുക കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണല്ലോ. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. എത്ര രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് അല്ലേ? അപ്പോൾ അത് തെറ്റായിട്ട് വന്നു. ഇനി 1955 പൗരത്വ നിയമം വന്നതെന്നറിയാലോ. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അത് ശരിയാണ് അല്ലേ? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. എത്ര വഴിയാണ് പൗരത്വം നേടാനായിട്ട് പറ്റുന്ന 5 മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തെറ്റ്. 3 രീതി എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? 5 രീതിയാണ്. അപ്പോൾ ശരിയായിട്ട് വരുന്ന ഇതാണ്. 1, 3 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൗരത്വത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1955 പൗരത്വ നിയമം നിലവിൽ വന്നത് അല്ലേ? പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 9 എന്താ പറയുന്നത്? ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 11 പൗരത്വാവകാശ നിയമം മൂലം നിയന്ത്രിക്കുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഇനി എത്ര വിധത്തിലാണ് പൗരത്വം ലഭിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 5 വിധത്തിൽ ലഭിക്കാം. അതുപോലെ തന്നെ 3 വിധത്തിൽ നഷ്ടപ്പെടാം. 5 വിധം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 5 എണ്ണാണെന്നുണ്ടെങ്കിൽ ജനനം വഴി, പിന്തുടർച്ച വഴി, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. ഇനി നഷ്ടപ്പെടുന്നതോ? പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. പിന്നെ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പൗരത്വ അപഹരണം എന്ന് പറയുമ്പോൾ 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പൗരത്വ അപഹരണം ഇന്ത്യക്ക് പുറത്ത് 7 വർഷമാണ് താമസിച്ചിരിക്കുന്നതെങ്കിൽ പൗരത്വം നഷ്ടപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴിയാണ്. ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരനല്ലാത്തപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ പൗരത്വം ലഭിക്കുന്നത് എന്ത് വഴിയാണ്? രജിസ്ട്രേഷൻ വഴിയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പൗരത്വത്തെക്കുറിച്ച് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത്? ആ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടതാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 11 അനുച്ഛേദം 11 പൗരത്വം നേടുന്നതിനും അവസാനിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളിലും നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പാർലമെൻറ്റ് അധികാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1955 പൗരത്വ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പൗരത്വം നേടാനുള്ള മാർഗമല്ലാത്തത്?
ജന്മം കൊണ്ട്, വംശം പരമ്പരയാൽ, വിവാഹത്തിലൂടെ, സ്വാഭാവികവൽക്കരണത്തിലൂടെ. ഏതാണ് പൗരത്വം നേടാനുള്ള മാർഗമല്ലാത്ത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, വിവാഹത്തിലൂടെയാണ്. വിവാഹം നേരിട്ട് പൗരത്വം നൽകുന്നില്ല. പക്ഷേ ഒരു ഇന്ത്യൻ പൗരൻ വിവാഹം കഴിക്കുകയും അത് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്ത വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കൂ. അപ്പോൾ ഈ 5 മാർഗ്ഗങ്ങളിൽ എന്ത് വരുന്നില്ല? വിവാഹം വരുന്നില്ല. ഏതൊക്കെയാണ് വരുന്നത്? ജന്മം കൊണ്ട് അല്ലേ, പിന്നെ പിന്തുടർച്ച വഴി, രജിസ്ട്രേഷൻ വഴി, ചിരകാല താമസം വഴി, പ്രദേശ സംയോജനം വഴി. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് രജിസ്ട്രേഷനിലാണ് വരുന്നത്. അതും 7 വർഷം അല്ലേ, എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം? 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇന്ത്യൻ പൗരൻ സ്വമേധയാ മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഒരു ഇന്ത്യൻ പൗരനാണ്, അദ്ദേഹം വേറൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി, അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ അവസാനിക്കുന്നു. അതായത് നമുക്കറിയാം 3 വിധേനയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് പരിത്യാഗം, നിരസിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. 2 നിർത്തലാക്കലാണ് അല്ലേ. വേറെ നിർത്തലാക്കൽ എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ നിർത്തലാക്കൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടാണ്. അപ്പോൾ ഇവിടെ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ പൗരത്വ അപഹരണം ഒക്കെ വരാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേ അവസാനിക്കുന്നു. 1955 പൗരത്വ നിയമത്തിലെ അവസാനിപ്പിക്കൽ എന്ന വ്യവസ്ഥ പ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ സ്വമേധയാ മറ്റൊരു രാജ്യത്തെ പൗരത്വം നേടുമ്പോൾ അയാളുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ അവസാനിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ജന്മം കൊണ്ട് പൗരത്വം ലഭിക്കണമെങ്കിൽ താഴെ പറയുന്ന ഏത് വ്യവസ്ഥയാണ് പാലിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ പൗരനും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരനും ആകരുത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 2004 ഡിസംബർ 3 ശേഷമോ ഇന്ത്യയിൽ ജനിച്ച കുട്ടിക്ക് പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്നില്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ പൗരനും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരനും ആകരുതെന്ന് പറയുന്ന ഓപ്ഷനാണ് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാളും, അതായത് മാതാപിതാക്കൾ 2 ആളും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്ക് താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഇല്ലാത്തത്? OCI കാർഡ് ഉടമകൾക്ക് ഏത് അവകാശമാണ് ഇല്ലാത്തത്? OCI കാർഡ് ഉടമകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഭരണഘടനാപരമായ പദവികൾ വഹിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നില്ല, പൊതു തൊഴിലവസരങ്ങളിലെ തുല്യത, ഇവ 3 OCI കാർഡ് ഉടമകൾക്ക് ലഭിക്കാത്തത്. ഇന്ത്യയിലേക്ക് ആജീവനാന്ത വിസ ശരിയാണ് അല്ലേ, ലഭിക്കും. അതുപോലെ തന്നെ FRRO രജിസ്ട്രേഷനിൽ നിന്നുള്ള ഒഴിവാക്കൽ, മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ പർപ്പസ് സന്ദർശനം, ഇവയൊക്കെ എന്താണ്? OCI കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ലഭിക്കാത്ത 3 അവകാശങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. ഒന്ന് പൊതു തൊഴിലവസരങ്ങളിൽ ലഭ്യത, പിന്നെ വോട്ടവകാശം, ഭരണഘടനാപരമായ പദവികൾ വഹിക്കാനുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടന ഡേഷ് പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന ഏത് പൗരത്വമാണ്? ഏക പൗരത്വമാണെന്ന് പറഞ്ഞു അല്ലേ. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 9 ഏക പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. US പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടന ഒരൊറ്റ പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്. അതായത് എല്ലാ പൗരന്മാരും ഇന്ത്യയുടെ പൗരന്മാരാണ്, സംസ്ഥാനങ്ങളുടെ പൗരന്മാരല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തിക്ക് സ്വാഭാവികവൽക്കരണത്തിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള ഒരു യോഗ്യതയാണ് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഒരു ഭാഷയിൽ മതിയായ അറിവുണ്ടായിരിക്കുക എന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ് ഈ പ്രസ്താവന. 1955 പൗരത്വ നിയമപ്രകാരം സ്വാഭാവികവൽക്കരണത്തിനുള്ള യോഗ്യതകളിൽ ഒന്ന് പറയുന്നത് 8ാം ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ ഒരു ഭാഷയിൽ മതിയായ അറിവുണ്ടായിരിക്കുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ ഒരു വ്യക്തിയുടെ പൗരത്വം നിർബന്ധിതമായി റദ്ദാക്കുന്നതിനുള്ള ഒരു കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏത് പ്രകാരമാണ് ഒരു വ്യക്തിയുടെ പൗരത്വം നിർബന്ധിതമായി റദ്ദാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൗരൻ ഭരണഘടനയോട് കൂറില്ലായ്മ കാണിച്ചാൽ പൗരത്വം നഷ്ടപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PIO കാർഡ് പദ്ധതിയും OCI കാർഡ് പദ്ധതിയും ലയിപ്പിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ പദ്ധതി ഉണ്ടാക്കിയ വർഷം ഏതാണ്? അതായത് 2 കാർഡ്, PIO കാർഡുണ്ട്, OCI കാർഡുണ്ട്, ഇത് രണ്ടും കൂടി സംയോജിച്ച് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ തയ്യാറാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ സി ആണ്, 2015. 2015 പൗരത്വ ഭേദഗതി നിയമപ്രകാരമാണ് ഈ PIO കാർഡും OCI കാർഡും കൂടി ലയിപ്പിച്ചിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ പദ്ധതി ഉണ്ടാക്കിയത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് എത്ര വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കണം? എത്ര വർഷമാണെന്ന് പറഞ്ഞു? 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആർക്കാണ് ജന്മം കൊണ്ട് ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയാത്തത്? ജന്മം കൊണ്ട് ലഭിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം താഴെ തന്നതിൽ ജന്മം കൊണ്ട് ലഭിക്കുന്നത്? 1980 ഇന്ത്യയിൽ ജനിച്ച ഓസ്ട്രേലിയൻ ദമ്പതികളുടെ കുട്ടി, 1990 ഇന്ത്യയിൽ ജനിച്ച പിതാവ് ഇന്ത്യനും മാതാവ് ബ്രിട്ടീഷുകാരിയുമായ കുട്ടി, 2005 ഇന്ത്യയിൽ ജനിച്ച മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായ കുട്ടി. ഇവർക്കൊക്കെ എന്താണ്? ജന്മം വഴി ഇന്ത്യൻ പൗരത്വം നേടാം. ഇന്ത്യയിലെ വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ശത്രു രാജ്യക്കാരുടെയും കുട്ടികൾക്ക് ജന്മം കൊണ്ട് പൗരത്വം നേടാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, അനധികൃത കുടിയേറ്റക്കാരൻ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? സാധുവായ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വിദേശി അനധികൃത കുടിയേറ്റക്കാരനാണ്. അനുവദിച്ച കാലയളവിനപ്പുറം ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശിയും ആര് തന്നെയാണ്? അനധികൃത കുടിയേറ്റക്കാരനാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരൻ എന്നത് പാസ്പോർട്ട്, വിസ തുടങ്ങിയ സാധുവായ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച അല്ലെങ്കിൽ സാധുവായ രേഖകളോടെ പ്രവേശിച്ച് അനുവദിച്ച കാലയളവിനപ്പുറം താമസിക്കുന്ന വിദേശിയാണെന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വംശപരമ്പരയാൽ പൗരത്വം നേടുന്നതുമായി ബന്ധപ്പെട്ട് 1992 ഡിസംബർ 10 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് വ്യവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനനസമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പം 1992 ഡിസംബർ 10 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് പൗരത്വം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ജനനസമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി മാറുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നത് എപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആരൊക്കെ പൗരന്മാരാകണമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളിൽ ആരെല്ലാമാണ് ഇന്ത്യൻ പൗരനാകണമെന്ന് ഇന്ത്യൻ സർക്കാരാണ് ഒരു ഓർഡർ വഴി വ്യക്തമാക്കുന്നത്. ആൻസർ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരിയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഒരു വിദേശ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരാണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എത്ര വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരുന്ന വ്യക്തിക്ക് പൗരത്വം ലഭിച്ചിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 വർഷം. ഭരണഘടനയുടെ തുടക്കത്തിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ ഭരണഘടന നിലവിൽ വരുമ്പോൾ തൊട്ട് മുമ്പ് കുറഞ്ഞത് 5 വർഷം ഇന്ത്യയിൽ സാധാരണ താമസക്കാരനായിരിക്കുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന ഒരു വ്യവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, പൗരത്വം നേടലും റദ്ദാക്കലും കേവല ഭൂരിപക്ഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ രജിസ്ട്രേഷനോ സ്വാഭാവികവൽക്കരണത്തിനോ ശേഷം 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് എത്ര വർഷം തടവിലാക്കപ്പെട്ടാലാണ് പൗരത്വം റദ്ദാക്കപ്പെടാൻ സാധ്യത? ഒരാൾ രജിസ്ട്രേഷനോ സ്വാഭാവികവൽക്കരണത്തിന് ശേഷം 5 വർഷം ഏതെങ്കിലും രാജ്യത്ത് എത്ര വർഷം തടവിലാക്കപ്പെട്ടാലാണ് പൗരത്വം റദ്ദാക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏക പൗരത്വം എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഏത് രാജ്യത്തിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ സി, ബ്രിട്ടൻ. മാതാപിതാക്കളോ മുത്തശ്ശിമാരോ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്ന ഒരാൾക്ക് OCI കാർഡിന് യോഗ്യതയുണ്ടോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇല്ല. നിയമപ്രകാരം ഏതെങ്കിലും കാലത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്ന വ്യക്തികൾക്കും പിൻഗാമികൾക്കും OCI കാർഡില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പൗരൻ തുടർച്ചയായി എത്ര വർഷം ഇന്ത്യക്ക് പുറത്ത് സാധാരണ താമസക്കാരനായിരുന്നാലാണ് പൗരത്വം റദ്ദാക്കപ്പെടാൻ സാധ്യത? ഒരു പൗരൻ തുടർച്ചയായി എത്ര വർഷം? 7 വർഷം. 7 വർഷം ഇന്ത്യക്ക് പുറത്ത് താമസിച്ചാൽ പൗരത്വം റദ്ദാക്കപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു രക്ഷിതാവ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പൗരത്വത്തിന് എന്ത് സംഭവിക്കും? ഒരു രക്ഷിതാവ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പൗരത്വത്തിന് എന്ത് സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി, കുട്ടിക്കും പൗരത്വം നഷ്ടപ്പെടും, എന്നാൽ 18 വയസ്സിൽ പുനരാരംഭിക്കാം. നെക്സ്റ്റ്, 1948 ജൂലൈ 19 ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരാൾക്ക് പൗരത്വം ലഭിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു?
1948 ജൂലൈ 19 ശേഷം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരാൾക്ക് പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്നതിന് 6 മാസം മുമ്പ് ഇന്ത്യയിൽ താമസിച്ച് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.